വരുന്ന ഇലക്ഷന് UDF ജയിച്ചെന്നിരിക്കട്ടെ, ആരായിരിക്കും നമ്മുടെ പുതിയ മുഖ്യമന്ത്രി? ഇതുവരെ UDF അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ച് അവർ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷന് അവരെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ കാണിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോഴല്ലേ ഒരു മാറ്റം ശരിക്കും സംഭവിക്കുക. എന്തുകൊണ്ടാണ് UDFനെ സംബന്ധിച്ച് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാത്തത്? ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്നു, അതിലൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു ആരായിരിക്കും നമുക്കുണ്ടാവുന്ന മുഖ്യമന്ത്രി. അതോ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് UDF ജയിച്ചതിനാൽ അവരപ്പോൾ തമ്മിൽ തല്ലുന്നു, ഇതിലൊരാളെ പിടിച്ചാക്കാമെന്ന് പറയുന്നു, മറ്റൊരാൾ നീരസം പ്രകടിപ്പിക്കുന്നു, അപ്പം തന്നെ പാർട്ടി മാറാൻ വേണ്ടി നോക്കുന്നു, അപ്പം തന്നെ വേറെ പാർട്ടിക്കാരെ വിളിക്കുന്നു. ഈ പരിപാടിക്ക് പോവാതെ ഇപ്പം തന്നെ കൂട്ടമായിട്ട് ആലോചിച്ച് ആരാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്, ഈ ആൾ ജയിച്ചാൽ ഇന്നതാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ആരുടെ അപ്രൂവലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇനി രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇനി സോണിയാഗാന്ധി വന്നിട്ട് പറയണം? ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി കൊണ്ടുവരണം. ആ ട്രാൻസ്പെറൻസി കൊണ്ടുവരാതെ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ട് ഒരു കളമുണ്ടാക്കി കൊടുക്കുന്നു. ഈ 50 വയസ്സിനുള്ള കുറേ ആൾക്കാർ അവർ തമ്മിൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, എനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം, എനിക്ക് അത് വേണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. പിന്നെയും കഴിഞ്ഞ 10 വർഷം നെക്സ്റ്റ് 5 ഇയേഴ്സിലോട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങൾ ഒരാളും ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അത് മാറ്റി നല്ല രീതിയിൽ നടത്തുക, നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഒരാൾക്കാർ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളായ നിങ്ങളെ സംബന്ധിച്ച് ഓരോ UDFന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്കും വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം, ആരാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്? എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് അതിന് പോലും കഴിവില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നെക്സ്റ്റ് 5 ഇയേഴ്സ് ഭരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ 10 വർഷം റിപ്പീറ്റ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ധൈര്യമായിട്ട് ചോദിക്കുക, അവർ ഉത്തരം പറയട്ടെ.